നമസ്കാരം. മീഡിയ മലയാളത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങളുടെ പുതുവർഷ ആശംസകൾ. നല്ല ഒരു വർഷം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ ഈ വർഷം ആരംഭിക്കുകയാണ്. 2025 ഒരു പുതിയ കാൽവയ്പ്. നമസ്കാരം ഗൗതം. നമസ്കാരം, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പം എന്താ ചേട്ടാ, നമുക്ക് ആദ്യം ഇന്നത്തെ ഈ പുതുവത്സര ദിനം ഏറ്റവും ഒരുപാട് വിഷയങ്ങളുണ്ട്. വാർത്ത എന്താ? അതെ, ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി സനാതനധർമ്മത്തെ കുറിച്ചൊക്കെ വലിയ കാര്യമായിട്ടൊക്കെ കഴിഞ്ഞ ദിവസം ശിവഗിരി തീർത്ഥാടനത്തിൽ പ്രസംഗിച്ചു. പക്ഷേ അദ്ദേഹം സനാതനധർമ്മത്തിന് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് ലഭിക്കുന്നൊരു വാർത്ത, ഈ കഴിഞ്ഞ വർഷം, പോയ വർഷം അവസാനിച്ചപ്പോൾ ഒരു 6 വിദേശികളാണ് സനാതനധർമ്മത്തിലേക്ക് കടന്നു വരികയും ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി വിവാഹബന്ധത്തിൽ സംസ്കാരക്രിയ നടത്തി വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഈ ഹിന്ദുക്കളുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. പല വാർത്തകളും, പല സ്ഥലങ്ങളിലും ഹിന്ദുക്കൾ കുറഞ്ഞു വരുന്നു. പക്ഷേ പല ആളുകളും ഹിന്ദുയിസത്തിൽ ആകൃഷ്ടരായിട്ട് അത് സ്വീകരിക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്, പ്രത്യേകിച്ചും വിദേശികൾ. അതെ, അങ്ങനെ ഒരു വാർത്തയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഇത് മധ്യപ്രദേശിലെ ഉജ്ജയിനിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അതെ, അതായത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, അതായത് അമേരിക്ക, ഇറ്റലി, പെറു തുടങ്ങിയ രാജ്യങ്ങളിലുള്ള ആളുകളാണ് ഹിന്ദുമതം സ്വീകരിച്ചിരിക്കുന്നത്. ഈ ആനി ബസന്റിനെ പോലുള്ള ആളുകൾ ഹിന്ദുയിസത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മതങ്ങളുടെ മാതാവാണ് ഹിന്ദുയിസം. അതായത് സയൻസും ഒപ്പം റിലീജിയനും പെർഫെക്റ്റ് ഹാർമണിയിൽ പ്രവർത്തിക്കുന്ന ഒരു ശാസ്ത്രീയ മതം തീർച്ചയായിട്ടും എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം എന്നാണ് ആനി ബസന്റ്. ആനി ബസന്റ് ആരാണെന്ന് ചേട്ടൻ അറിയാലോ? അതെ, നമുക്ക് ഈ ഭോപ്പാലിൽ നിന്നുള്ള ഒരു വാർത്ത വളരെ ശുഭകരമായ ഒരു വാർത്തയാണ്. പോയ വർഷം കടന്നുപോയപ്പോൾ, 2024 കടന്നുപോയപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ്. മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ എത്തി അവർ സനാതനധർമ്മം സ്വീകരിച്ചു. ഹിന്ദു ആചാരപ്രകാരം വിവാഹിതരായി 6 പേര്. അവരുടെ പേര് വിവരങ്ങളൊക്കെ ഞാൻ പറയാം. ഗൗതം പറഞ്ഞതുപോലെ അമേരിക്ക, ഇറ്റലി, പെറു തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. അല്ലെ, ഡാരിയോ വിഷ്ണു ആനന്ദ് ഒരാൾ, പിന്നെ മാർട്ടിന മാ മംഗളാനന്ദ, അടുത്തത് ഇവാൻ ആചാര്യ രാംദാസ് ആനന്ദ്, ഗബ്രിയേല മാ സമാനന്ദ, അടുത്തത് മാർസിയോ പ്രകാശ് ആനന്ദ്, നെൽമാസ് മാ നിത്യാനന്ദ. ഇവരാണ് ഇൻഡോറിലെ പരമാനന്ദ് യോഗ സയൻസ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ യോഗ പഠിക്കാനും പരിശീലിക്കാനും എത്തിയത്. അവിടുത്തെ യോഗ അധ്യാപകരും ഇന്ത്യൻ പാരമ്പര്യങ്ങളും ഒക്കെ പഠിച്ച അവർ അതിനോട് വലിയ മമത അവർക്കുണ്ടായി. ഈ അവിടുത്തെ ആചാര്യന്മാരോടും അവരുടെ ജീവിതശൈലിയോടും നമ്മുടെ പാരമ്പര്യത്തോടും നമ്മുടെ സംസ്കാരത്തോടും ഒക്കെ അവരങ്ങ് ഇഴുകിച്ചേർന്നു. അങ്ങനെ അവർ ഇന്ത്യൻ സംസ്കൃതം, ഇന്ത്യൻ ആചാരങ്ങൾ, ഉത്സവങ്ങൾ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ അവിടുന്ന് പഠിച്ചു. അങ്ങനെ അവർ അവിടെ വെച്ച് തീരുമാനിച്ചു, ഞങ്ങൾ ഔദ്യോഗികമായിട്ട് സനാതനധർമ്മം സ്വീകരിക്കുകയാണ് എന്ന് തീരുമാനിച്ചുകൊണ്ട് അവർ സനാതനധർമ്മം സ്വീകരിച്ചു. എന്ന് മാത്രമല്ല, ഈ 6 പേരും ഇവർ പറഞ്ഞല്ലോ വിവിധ രാജ്യങ്ങളിൽ നിന്ന് എത്തി ഇവിടെ വെച്ച് പരിചയപ്പെട്ടവരാണ്. അവർ വിവാഹിതരായി. എങ്ങനെ? ഹിന്ദു ആചാരപ്രകാരം വിവാഹിതരായി. ഇത് ഉജ്ജയിനിയിലെ നിനോറയിലെ പരമാനന്ദ് യോഗ ആശ്രമത്തിലാണ് ഈ ചടങ്ങുകളൊക്കെ നടന്നത്. വേദമന്ത്രങ്ങളൊക്കെ ചൊല്ലി അവരെ കൊണ്ട് ചൊല്ലിപ്പിച്ച് ആണ് 3 വിവാഹങ്ങളും നടത്തിയത്. ഇതാണ് നമുക്ക് ഈ പുതുവർഷത്തിൽ നമുക്ക് പറയാനുള്ള ഒരു വാർത്ത, ഒരു നല്ല വാർത്തയാണ്. ഇതിനകത്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞതെന്താ? സനാതനധർമ്മത്തിൽ വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, അതിനെ ഗുരുദേവൻ ഉടച്ചു വാർത്തു എന്നൊക്കെയാണ് പറഞ്ഞത്. സനാതനധർമ്മത്തിൽ കുഴപ്പങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുഴപ്പങ്ങൾ തുടരുന്നുവെങ്കിൽ, ഇങ്ങനെയുള്ള വിദേശത്തുനിന്നുള്ള ആൾക്കാർ ഇതൊക്കെ പഠിച്ച് അവർ വെറുതെ വന്ന് ഇതിൻ്റെ പുറം പൂച്ച് കണ്ട് കയറിയതൊന്നുമല്ല. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കൊള്ളാം, നല്ലൊരു ഭംഗിയുള്ളൊരു കെട്ടിടം, എന്നാൽ ഒന്ന് അകത്ത് കയറി നോക്കാം, അങ്ങനെയൊന്നും വിചാരിച്ച് വന്നവരല്ല. അവരിവിടെ വന്ന് ഇത് പഠിച്ച് ഇതിൻ്റെ നന്മകൾ മനസ്സിലാക്കി, ഇതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി, മേന്മകൾ തിരിച്ചറിഞ്ഞ് അവർ സനാതനധർമ്മത്തെ സ്വീകരിക്കുകയായിരുന്നു, അല്ലേ? ഈ മുഖ്യമന്ത്രി വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെ ഇങ്ങനെ പലതും മുമ്പും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം യോഗയ്ക്കെതിരെ,
യോഗ ചെയ്യുമ്പോൾ ചില മന്ത്രങ്ങളൊക്കെ ചൊല്ലണമെന്ന് ചിലർ വാശി പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ്, ഋഗ്വേദത്തിലെ ഒരു മന്ത്രമാണ് അത്. അവസാനം ഐകമത്യ സൂക്തം എന്ന് പറയുന്നത് വെച്ചാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് പോകട്ടെ, നമ്മുടെ എല്ലാം വാക്കുകൾ ഒന്നായിരിക്കട്ടെ, നമ്മുടെ എല്ലാം മനസ്സ് ഒരു ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ മതങ്ങളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒറ്റ ഫ്രെയിം വർക്കാണ്. ആ ഫ്രെയിം വർക്കിന് അപ്പുറത്ത് നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് മതങ്ങളുടെ ഒരു പ്രധാന വിഷയം എന്ന് പക്ഷേ പറയുന്നത്. ഹിന്ദു മതത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിനെ നവീകരിക്കാനുള്ള സാധ്യതയും അല്ലെങ്കിൽ പുതിയൊരു സാധനത്തെ രൂപീകരിക്കാനുള്ള പോസിബിലിറ്റി ഒക്കെ അതിലുണ്ട്. തീർച്ചയായിട്ടും അതാണ് അതിന്റെ ഒരു വിശാലത എന്ന് പറയുന്നത്. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വിവിധ തരത്തിലുള്ള സംസ്കാരങ്ങൾ ഇങ്ങനെ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ഗൗതം പറഞ്ഞത് വിവിധ തരത്തിലുള്ള സംസ്കാരങ്ങളാണോ അതോ നവീകരണമാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പുതുമയുള്ള എന്തിനേയും, ലോകത്ത് പുതുതായിട്ട് ഉണ്ടാകുന്ന എന്തിനേയും സ്വീകരിക്കാൻ സനാതനധർമ്മത്തിന്, ഹിന്ദു മതത്തിന് തടസ്സങ്ങളൊന്നുമില്ല, വേലിക്കെട്ടുകളൊന്നുമില്ല. അതാണ് ഗൗതമിൻ്റെ ആ ചൂണ്ടിക്കാണിച്ചതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം അതാണ്, സാരാംശം അതാണ്. അതായത് നമുക്ക് ഇപ്പോൾ സനാതനധർമ്മത്തിന് ധർമ്മവിരുദ്ധമായ കാര്യങ്ങളെ അത് എതിർക്കും, പക്ഷെ ധർമ്മത്തിന് അനുകൂലമായ എന്തിനേയും സ്വീകരിക്കാം. പുതിയ ഏത് ശാസ്ത്ര സാങ്കേതിക വിദ്യയും അതിന് അന്യമല്ല, അത് സ്വീകരിക്കാൻ നല്ലതാണ്. പക്ഷെ അതിനെ ധർമ്മത്തിൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കണമെന്ന് മാത്രമേ സനാതനധർമ്മം മുന്നോട്ട് വയ്ക്കുന്നുള്ളൂ. ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞനും അതോടൊപ്പം തന്നെ ഫിലോസഫറൊക്കെ ആയിട്ടുള്ള കാൾ സാഗൻ ഹിന്ദുമതത്തെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്: പ്രപഞ്ചം തന്നെ മരണത്തിൻ്റെയും പുനർജന്മത്തിൻ്റെയും ഒരു അപാരമായ എണ്ണത്തിന് വിധേയമാകുന്നു എന്ന ആശയത്തിന് സമർപ്പിച്ചിരിക്കുന്ന മഹത്തായ വിശ്വാസങ്ങളിലൊന്നാണ് ഹിന്ദുമതം. തീർച്ചയായിട്ടും വളരെ ശരിയായ വാക്കുകളാണ്. പ്രപഞ്ചത്തിനും മരണവും ജനനവും വീണ്ടും മരണവും ജനനവും ഇങ്ങനെ പുനർജന്മം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ കാര്യവും അങ്ങനെയാണെന്നാണ് ഹിന്ദുമതം പറയുന്നത്. സനാതനധർമ്മം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടും അതാണ്. പക്ഷേ ഈ വിദേശികൾക്കൊക്കെ മനസ്സിലായ ഈ തത്വം അല്ലെങ്കിൽ ഈ രഹസ്യം നമ്മുടെ നാട്ടിലെ ചില ആൾക്കാർക്ക് ഇത് മനസ്സിലാകുന്നില്ലല്ലോ. പിണറായി വിജയനെ പോലുള്ളവർ അവർ എന്തിനും ഏതിനും സനാതനധർമ്മത്തെ ഇകഴ്ത്താൻ അതൊരു പ്രത്യേക വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നതാണ്. അതിനകത്ത് ചില രാഷ്ട്രീയ ഗൂഢലക്ഷ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതെന്തായാലും അതൊന്നും ഹിന്ദുമതത്തെയോ സനാതനധർമ്മത്തെയോ ബാധിക്കില്ല. ഒരിക്കലും പിന്നെ ധർമ്മം ഒരിക്കലും ക്ഷയിക്കില്ല. ക്ഷയിക്കുന്നത് മനുഷ്യനാണ്. ധർമ്മത്തിൽ നിന്ന് അകന്നു പോകുന്നത് മനുഷ്യനാണ്. അങ്ങനെ അകന്നു പോകുന്ന മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരാൻ മഹാപുരുഷന്മാർ അവതരിക്കും. അതിലൊരാളാണ് ശ്രീനാരായണ ഗുരുദേവനും. വലിയ അപജയത്തിലേക്ക് പോയ നമ്മുടെ മലയാളി സമൂഹത്തെ, കേരളത്തെ അദ്ദേഹം കൈപിടിച്ചുയർത്തി സനാതനധർമ്മത്തിലേക്ക്. ഈ സത്യം പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ മുഖ്യമന്ത്രിക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹം എപ്പോഴും പഴിചാരുന്നത് ഹിന്ദുവിനെയും ഹിന്ദുമതത്തെയും സനാതനധർമ്മത്തെയും ഒക്കെയാണ്. അത് ശരിയല്ല, തെറ്റാണ് എന്ന് ഈ സംഭവം കൂടി നമുക്ക് തെളിയിച്ചു തരുന്നു. 6 വിദേശികൾ ഇവിടെ വന്ന് ഹിന്ദുത്വത്തെക്കുറിച്ച് പഠിച്ച് സനാതനധർമ്മത്തെ പഠിച്ച് പരിശീലിച്ച് അവർ അത് സ്വീകരിച്ചിരിക്കുന്നു. അത് ധർമ്മത്തിനല്ല കുഴപ്പം, മനുഷ്യർക്കാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ചിന്തിക്കുന്നവർക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഗുരുദേവനും അതുതന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം സനാതനധർമ്മത്തെ ഒരിക്കലും ഉപേക്ഷിച്ചില്ല. പകരം അതിലടിഞ്ഞുകൂടിയ അഴുക്കുകളെല്ലാം അദ്ദേഹം നീക്കിക്കളഞ്ഞു. പകരം അതിൻ്റെ പ്രകാശം എല്ലാവരിലേക്കും എത്തിച്ചു. ഈ രഹസ്യം ഈ പുതുവർഷത്തിലെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തെ പോലെ ചിന്തിക്കുന്നവർക്കും വെളിച്ചമേകട്ടെ. അവരത് തിരിച്ചറിഞ്ഞാൽ അവർക്ക് നല്ലത്. എന്തായാലും നമുക്ക് ഈ ഭോപ്പാലിൽ നടന്ന സംഭവത്തെ നമുക്ക് ഈ 2025 ഈ പുതിയ ദിവസം, ഈ പുതിയ ദിനത്തിൽ കൈയടിച്ച് സ്വീകരിക്കാം അവരെ. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സ്വാഗതം സനാതനധർമ്മത്തിലേക്ക്. എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, വിദേശികൾ നേരത്തെയും ഒരുപാട് പേര് ഇതിൻ്റെ ഒരു ഫിലോസഫിയെ തിരിച്ചറിഞ്ഞുകൊണ്ട്, അതിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പുലുകിയ ഒരുപാട് പേരുണ്ട്. ഇപ്പം നിക്കോള ടെസ്ലയുണ്ട്, അതുപോലുള്ള ഒരുപാട് ശാസ്ത്രജ്ഞർ. ഇപ്പോൾ സ്റ്റീവ് ജോബ്സ് അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് വലിയ പുരോഗതി ഉണ്ടായത് കുറേ കാലം ഇന്ത്യയിൽ വാരാണസിയിൽ വന്ന് നീം കരോലി ബാബയോ അങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ സ്റ്റീവ് ജോബ്സോ ബിൽ ഗേറ്റ്സോ ആരോ ആണെന്ന് തോന്നുന്നു, അദ്ദേഹത്തെ കണ്ടുമുട്ടി പരിചയപ്പെട്ടതിന് ശേഷമാണ്. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ അതൊരു സെമിറ്റിക് മതത്തിൻ്റെ ഒരു രീതിയിൽ സ്വഭാവമല്ല എന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഹിന്ദുമതം ഒരു വിശാലതയുണ്ട്. അതെ, വിശാലതയുണ്ട്. അതിന് അതിരുകളില്ല. സെമിറ്റിക് മതത്തെ പോലെ
അടച്ചുമൂടിയ അതിരുകൾ ഉള്ളതല്ല സനാതനധർമ്മം എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ.